അങ്ങനെ നമ്മുടെ വീട്ടിൽ വീണ്ടും അടുത്ത ബർത്ത്ഡേ വന്നു. ഇന്നിപ്പോ അനറ്റിന്റെ ബർത്ത്ഡേ ആണ്. രാത്രി 12 മണിക്ക് ഫ്ലാറ്റിൽ നിന്ന് ചാടി അവളെ അറിയിക്കാണ്ട് കേക്ക് വാങ്ങാൻ വേണ്ടിയുള്ള ഓട്ടമാണിത്. പക്ഷെ മഴ ചതിച്ചു. കേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കാൻ ഓർത്താലോ നേരത്തെ വാങ്ങി വെക്കാൻ ഓർത്താലോ ഇവിടെ ഉള്ള ഒരു മണത്ത് കണ്ടുപിടിക്കും. അതുകൊണ്ട് നമ്മൾ കേക്ക് ഹട്ടിൽ നിന്ന് ബുക്ക് ചെയ്തു. പക്ഷെ പേര് വെക്കുന്ന കാര്യം മറന്നുപോയി. അത് ഞാൻ നേരില്ലാത്ത നേരത്താണല്ലോ അഡ്ജസ്റ്റ് ചെയ്തു. ആ ഓടി വരുന്ന വഴിക്ക് കേക്കിന്റെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് ഡാമേജ് ആയിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഇങ്ങനെയൊക്കെ സെറ്റാക്കി ഉറങ്ങി കിടന്ന് അനറ്റിനെ പോയി കുത്തിപ്പൊക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. അങ്ങനെ നമ്മൾ വലിച്ചഴിച്ചു കൊണ്ടുവന്ന് അവളെ കൂട്ടും കൂടി ആക്രമിച്ചു. ഇതൊക്കെ കുറച്ച് കൂടിപ്പോയില്ലേ, ക്രൂരതയില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഒരിക്കലും അല്ല, കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. നമ്മളെല്ലാവരും ഒന്നിച്ചൊരു ഫാമിലി ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ആൻഡ് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും കൊച്ചു കുട്ടികളാണ്. 18 വയസ്സേ ഉള്ളായിരുന്നു, ഇപ്പൊ 19 വയസ്സായി. അവള് കുറേ നാളായിട്ട് വാങ്ങണം എന്നോർത്ത് വിഷ് ലിസ്റ്റിൽ ഇട്ടൊരു സാധനമാണ് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിക്കൊടുത്തത്, ഈ ഒരു വാച്ച്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഹാപ്പി ആയിട്ട് ഈ ഒരു ബർത്ത്ഡേ നമ്മൾ അടിച്ചു പൊളിച്ചു. ഒട്ടും എക്സ്പെക്ട് ചെയ്യാഞ്ഞുകൊണ്ട് തന്നെ അവൾ ഒത്തിരി ഹാപ്പിയും എക്സൈറ്റഡും ഇമോഷണലും ഒക്കെ ആയിരുന്നു. കൂടെ ഞങ്ങൾ കലാപരിപാടികളെല്ലാം കഴിഞ്ഞപ്പോൾ എന്റെ റൂമിന്റെ അവസ്ഥ ഇതൊക്കെയായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ സുഖമായിട്ട് ഉറങ്ങി.